ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഗീതുവിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു അവർണികയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർണികയെ, നമുക്കിഷ്ടമുള്ള ഒരാളോട് നമ്മൾ കുറേ നേരമൊക്കെ സംസാരിക്കും. പക്ഷേ അവരുടെ ചില സംസാരത്തിൽ നിന്ന് നമ്മളോട് പ്രണയമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ ഇക്കക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല ഗീതു, അങ്ങനെയൊന്നും അല്ല. ഇക്ക നുണ പറയുക. കാരണം അജാസിന് എന്നോട് ഇഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉപയോഗിച്ച് മാറ്റിയ സാധനങ്ങളെല്ലാം എന്തിനാ അജാസ് ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ അജാസ് നുണ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഗീതു ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പക്ഷേ ഞങ്ങളുടെ ആഗ്രഹം, അതായത് എൻ്റെയും ഗോവിന്ദേട്ടൻ്റെ ആഗ്രഹം അവർണികയെ നീയും ഇക്കയും കൂടി ഒന്നിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ഇക്കയോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിയുന്ന നേരത്ത് ഇക്ക നിന്നൊരു പെങ്ങളെ പോലെ കാണുന്നതെന്നൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത്. അതൊക്കെ വെറും നുണയാണ്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. ഞാനിപ്പോൾ അടുക്കാൻ പോകും തോറും എന്നോട് അകന്നകന്ന് മാറിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ഉപേക്ഷിച്ച് വെച്ച സാധനങ്ങളെല്ലാം ഇക്കെടുത്ത് സൂക്ഷിച്ച് ഒരു നിധി പോലെ കൊണ്ടുകൊണ്ട് നടക്കുന്നു. അതൊക്കെ എന്തിൻ്റെ ഇതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്ക് ഇക്കയെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. ശരി, നീ ടെൻഷൻ ആവല്ലേ അവർണികെ, നമുക്ക് സംസാരിക്കാം. പക്ഷേ അപ്പോഴും ഗീതു, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. നിങ്ങളോടൊക്കെ വന്ന് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞത് എനിക്ക് വേണ്ടി നല്ലൊരു ചെറുക്കനെ കണ്ടെത്തണമെന്ന്. അതെ, ഇക്ക ഞങ്ങളോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതെ, അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഹജാസ് ഏതായാലും നോണയാ പറയുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എന്നൊരു ഫ്രണ്ടിനെ പോലെ കണ്ടോട്ടെ. നല്ലൊരു ഫ്രണ്ടായിട്ടിരിക്കാനായിട്ട് എനിക്ക് താല്പര്യം തന്നെയാ. പക്ഷെ എന്നാലും എന്നെ എന്തിനിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? അവോയ്ഡ് ചെയ്യലാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അതേ ഗീതു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരി, ഞാൻ ഏതായാലും ഗോവിന്ദേട്ടനോട് കാര്യങ്ങളെല്ലാം പറയാം. നീയും സംസാരിക്കുക. ഞാനില്ല, എനിക്ക് ഗോവിന്ദേട്ടനോട് സംസാരിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ദേ, പാവമാണെന്ന് അദ്ദേഹം. ഗോവിന്ദേട്ടനോട് സംസാരിച്ചു കഴിഞ്ഞാലേ മനസ്സ് നന്നായിട്ട് ഫ്രീ ആവും. ആളുടെ വിചാരം എന്താണെന്നറിയാമോ? ഒരു ഹിറ്റ്ലറാന്നാ. പെങ്ങൾമാർ ഒത്തിരി ഉണ്ടേ. അതായത് അവർണികയും രേഖയും പിന്നെ രഞ്ജുവും ഒക്കെ പെങ്ങൾമാരെ പോലെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് വലിയ ഏട്ടനാന്ന് തന്നെയാ വിചാരം. അപ്പോൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു നേരെ ഗോവിന്ദനെ വിളിക്കുകയാണ്. ശരി ഗീതു, ഞാനിപ്പോൾ വരാം. പെട്ടെന്ന് വാ കണ്ണേട്ടാ. അവർണികയ്ക്ക് കുറേ സംസാരിക്കാനൊക്കെ ഉണ്ട്. ശരി, വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ അവിടെ നിന്ന് ഇറങ്ങുക. ഗോവിന്ദൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദേ രഞ്ജുവിൻ്റെ സംഭാഷണം. രഞ്ജു ആണെങ്കിൽ ധ്യാനോട് തല്ലി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് സ്നേഹിക്കുന്നതിനേക്കാൾ നല്ല സ്നേഹിക്കാതിരിക്കുന്നതാ. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, ഇത്ര പ്രാവശ്യം വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദനാണ്, എൻ്റെ ദൈവമേ ഇവരൊക്കെ എന്ത് പറയും? അവൻ്റെ പാസ്പോർട്ട് റദ്ദായ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതെങ്ങനെയെങ്കിലും ശരിയാക്കി കൊടുക്കണം. നീ അവിടെ എന്തെടുക്കുക? എനിക്ക് മനസ്സിലായി. വല്ല മദാമ്മമാരോട് സെറ്റായോ? അതുകൊണ്ടാണോ ഇപ്പം ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്തത്, ഇങ്ങോട്ട് വരാത്തതൊക്കെ? എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം. എന്താ പറഞ്ഞത്? മാതാമ്മമാരൊക്കെ എന്തിനു കൊള്ളാം? ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്നല്ലേ? അപ്പം ഇന്ത്യയിലായിരുന്നെങ്കിൽ നീ അപ്പം നോക്കിയാനായിരുന്നു. എനിക്കിത് തന്നെ വേണം. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചോ, ഏതവളുമാരാണെങ്കിലും ഈ രഞ്ജുവിൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അവരൊക്കെ തീർക്കും. ഇത് കേട്ട് ഗോവിന്ദനാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല. പക്ഷേ വരുണാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുക. എങ്ങനെയെങ്കിലും ആ സ്വർണത്തിൻ്റെ ഭണ്ഡാരം എടുക്കണം, ഇതാണ് ആഗ്രഹം. അപ്പോൾ വരുൺ, അയ്യോ ഇവറ്റകൾക്കൊക്കെ അകത്ത് പോയി സംസാരിച്ചൂടെ? ഇവരൊക്കെ ഒന്നും പോണൂലല്ലോ. ഇപ്പം ഗോവിന്ദൻ നേരെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, മോളെ രഞ്ജു, നീ എന്താണിത്? നിങ്ങൾ തമ്മിലുള്ള സൗന്ദര്യ പിണക്കം റൂമിൽ പോയി തീർത്താൽ പോരെ? എന്തിനാണ് മറ്റുള്ളവരെയും കൂടി അറിയിക്കുന്നത്? എൻ്റെ കാര്യം വല്ലതും ഉണ്ടോ രഞ്ജു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അറിയട്ടെ ഗോവിന്ദേട്ടാ, എല്ലാവരും അറിയട്ടെ. എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണെന്ന് എല്ലാവരും അറിയട്ടെ. അത് കൊള്ളാലോ. ഭർത്താവിനെ നാണം കെടുത്താനാണോ പരിപാടി? പിന്നെ ധ്യാൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടില്ലേ? ഗോവിന്ദേട്ടാ പോകാൻ നോക്ക് ഗോവിന്ദേട്ടാ. അപ്പോൾ വരണാണെങ്കിൽ, ഈ പെണ്ണാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോയി സംസാരിക്കൂലല്ലോ. നല്ല കുട്ടികളാണെങ്കിൽ അകത്ത് പോയിരുന്ന് സ്വകാര്യമായിട്ട് സംസാരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ വരുണിൻ്റെ മനസ്സിൽ അതാണ്. പിന്നെ ഇതേ സമയം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ ജോലിക്കാരിയായിട്ട് പൊളിച്ചെടുക്കുകയാണ് രേഖ പറയണത്, മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്ന ഭക്ഷണങ്ങൾ മുഴുവൻ ഉണ്ടാക്കി തരണം. എനിക്ക് വേണ്ടതറിയാലോ, ദോശയാണ്. പിന്നെ ഗീതുവിന് വേണ്ടത് കഞ്ഞി. പിന്നെ രഞ്ജുവിന് വേണ്ടത് നൂഡിൽസ്. പിന്നെ ഇവൾക്ക് വേണ്ടത് അറിയാലോ, ചപ്പാത്തിയാണ്. ഇതെല്ലാം ഉണ്ടാക്കിയേ മതിയാവുള്ളൂ. എൻ്റെ അമ്മ, ഇതെല്ലാം എപ്പടി ഉണ്ടാക്കും അമ്മ? ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ കുറേ സമയമാവില്ലേ?
ഈ ഫുഡുകളെല്ലാം ഉണ്ടാക്കാൻ എന്താ ഇത് ഹോട്ടലാണോ? ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. പിന്നെ നിന്നെ എന്തിനാ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്? അപ്പോൾ ഗോവിന്ദൻ വരികയാണ്. എന്താ ഇവിടെ പ്രശ്നം? ഗോവിന്ദേട്ടാ, ഇത് കണ്ടില്ലേ, ഞങ്ങൾ പറയുന്ന ഫുഡുകളൊന്നും ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിയില്ല അത്രേ. അതെന്താ ഫുഡ് ഉണ്ടാക്കാൻ കഴിയാത്തത്? ഫുഡ് ഉണ്ടാക്കി തരാൻ വേണ്ടിയല്ലേ നിങ്ങളിവിടെ നിർത്തിയിരിക്കുന്നത്? അയ്യോ അതല്ല, ഇത്രയും ഫുഡുകൾക്ക് എങ്ങനെയാ രാധികാമ്മ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കഞ്ഞി മാത്രം മതിയെന്നാ, വേറൊരു ഫുഡും ഉണ്ടാക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അതേ, രാധികാമ്മ അങ്ങനെ കിടന്ന് പറയട്ടെ. രാധികാമ്മയല്ല ഇവിടെ നോക്കുന്നത്, ഇവിടത്തെ പെണ്ണുങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് രാധികാമ്മ പറയുന്നത് നിങ്ങൾ അനുസരിക്കണ്ട. ഇവർ പറയുന്ന ഫുഡുകളെല്ലാം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളം മര്യാദയ്ക്ക്. മനസ്സിലായല്ലോ എന്ന് ഗോവിന്ദൻ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ സത്യദാസ ആണെങ്കിൽ ഒളിഞ്ഞു നോക്കുക, ഈ പെണ്ണുങ്ങളൊക്കെ എപ്പോഴാണ് പോകുന്നത്, എന്നാലല്ലേ ഇയാൾക്കും അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം സ്വർണം ഇയാൾക്ക് മോഷ്ടിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളൊക്കെ പറഞ്ഞോന്നേ. അപ്പോൾ ഗോവിന്ദൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിലും മനസ്സിലായല്ലോ, ഗോവിന്ദേട്ടൻ പറഞ്ഞ മനസ്സിലായല്ലോ, ഞങ്ങളാണ് ഇവിടുത്തെ അധികാരികൾ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾ കിടന്ന് കൂടുതൽ തുള്ളണ്ട, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ രാധികയാണെങ്കിൽ ഈ അവർണികയും ഗീതും കൂടി കുറേ നേരെ സംസാരിക്കുന്നു. അപ്പോഴേ ഗോവിന്ദനും വരുന്നു. ഇവരെന്താ കാര്യയോട് സംസാരിക്കുന്നു? ബിസിനസ് എന്തെങ്കിലും കാര്യം ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഗോവിന്ദനെ വിളിച്ചു വരുത്തോ? കണ്ണനെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഗോവിന്ദൻ അവർണികയുടെ മുന്നിൽ വന്ന് ചോദിക്കുക, എന്താ കാര്യമെന്ന്. അപ്പോൾ അവർണികയോട് പറയാനായിട്ട് പറഞ്ഞപ്പോഴേക്കേ, ഞാനില്ല ഗീതു, നീ തന്നെ പറ, എനിക്കത് പറയാനുള്ള ഇതൊന്നുമില്ല ഇപ്പോൾ. എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതു ആണെങ്കിലും ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ്. ഇക്കക്ക് ഇവളുടെ ഇഷ്ടമൊന്നും തന്നെയാണ് ഇവള് പറയുന്നത്. കാരണം ഇവള് കളഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഇക്ക സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെന്നത്രേ. ഓ, അങ്ങനെയാണോ സംഭവങ്ങൾ? അങ്ങനെയാണെങ്കിൽ ആ ചോദിച്ചല്ലേ മതിയാവുള്ളൂ. ഇതെല്ലാം കണ്ടെന്നൊക്കെ രാധികയാണെങ്കിലേ ഇവരെന്തെങ്കിലും പറയട്ടെ, എനിക്കാണെങ്കിൽ എന്നെക്കുറിച്ച് ഓർത്ത് തന്നെ ഒരുപാട് ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ ടെൻഷനും കൂടി ഞാൻ എന്തിനാണ് തലയിൽ കയറ്റി വെക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് രാധിക അങ്ങോട്ട് കയറി പോവുക. പക്ഷേ വരുണാണെങ്കിൽ ഒരടി പോലും അവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുക. രഞ്ജുവിൻ്റെ വർത്തമാനം കഴിഞ്ഞിട്ടില്ല. രഞ്ജു ധ്യാനോട് പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, ഇവളെപ്പോഴാണ് അവ കയറിപ്പോകുന്നത്? അപ്പം രഞ്ജു പറയാണ്, എടാ എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ലടാ, എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ നീ അങ്ങനെയൊക്കെ കിടന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ദേഷ്യം വരുന്നത്? നിന്നെ കാണാത്തതിൻ്റെ ആ ഒരു ഇതിലാണ്. നിൻ്റെ കുഞ്ഞല്ലേടാ എൻ്റെ വയറ്റിൽ കിടക്കുന്നത്, അപ്പോൾ നിൻ്റെ പ്രസൻസ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്നൊക്കെ പറയുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെങ്കിലും അവൾക്ക് റൂമിൽ പോയിരുന്ന് സംസാരിച്ചൂടെ? അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളങ്ങടെ റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ അവൾക്ക് റൂമിലേക്ക് പോയി സംസാരിക്കാനായിട്ട്. അങ്ങനെ വരുൺ അവിടെ നിന്ന് നേരെ നടക്കുകയാണ് നമ്മുടെ ഗോവിന്ദൻ്റെ റൂം ലക്ഷ്യമാക്കി തന്നെ. ഇതേ സമയം തന്നെ രേഖയും അതേപോലെ തന്നെ ബാക്കി എല്ലാവരും കൂടി ചേർന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ, ഞങ്ങൾക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളൊക്കെ വേണം, അതെല്ലാം നിങ്ങൾ ഉണ്ടാക്കി തന്നേ മതിയാവുള്ളൂ. വാ അടുക്കളയിലിടുക, ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും സത്യദാസ് നേരെ ഹാളിലേക്ക് വരിക. അയാളും ഇതേപോലെ തന്നെ ഗോവിന്ദൻ്റെ റൂം ലക്ഷ്യമാക്കി തന്നെ. അപ്പോഴേക്കും നമ്മുടെ വരുൺ ഗോവിന്ദൻ്റെ റൂമിലേക്ക് കയറി കഴിഞ്ഞു. അതിനുശേഷം താക്കോലും തപ്പിയെടുത്ത് ആ ഒരു ഡ്രോ തുറക്കുക. ആ ഡ്രോ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ ഇതേ ഇരിക്കുന്നു വലിയ നിധി പോലെ കുറേ സ്വർണത്തിൻ്റെ ഭണ്ഡാരം. അതെടുത്തതും പെട്ടെന്ന് ഒരു ഫോണിൻ്റെ റിംഗ് ട്യൂൺ കേൾക്കുക. ആ റിംഗ് ട്യൂൺ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദേട്ടൻ്റെ ഫോണിൻ്റെ റിംഗ് ട്യൂൺ ആണല്ലോ. എൻ്റെ ദൈവമേ, ഈ റൂമിലേക്ക് കയറി വരികയാണോ എന്നൊക്കെ ചിന്തിച്ച് ആകെ പേടിച്ച് വിറച്ച് ഈ വരുൺ ആ ഒരു പെട്ടി അലമാരയിലേക്ക് വെച്ച് തന്നെ ആ താക്കോൽ അവിടെ വെച്ച് നേരെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ്. പക്ഷേ അത് നമ്മുടെ സത്യദാസിൻ്റെ ഫോണായിരുന്നു. ഇവർക്ക് വിളിക്കാൻ കണ്ട സമയം ഇവർക്ക് വേറെ എപ്പോഴും കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കിയിട്ട് ഗോവിന്ദൻ റൂമിലേക്ക് കയറുക. അപ്പോൾ ഗോവിന്ദൻ റൂമിലേക്ക് കയറി ആ ഒരു അലമാര നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും താക്കോൽ അവിടെ ഇരിക്കുന്നു. എൻ്റെ ദൈവമേ, എന്താണ് ഈ കാണുന്നത്? ഈ ഗോവിന്ദനും ഗീതുവിനും ഒരു ഉത്തരവാദിത്വമില്ലേ? താക്കോലൊക്കെ വെച്ചിരിക്കുന്ന വെക്കല് കണ്ടില്ലേ? ഏതായാലും എനിക്ക് ഈസിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ആ ഡോറും തുറന്നിട്ട് ആ ഒരു പെട്ടിയെടുക്കുക. അപ്പോൾ രാധികയ്ക്ക് എന്തൊരു സംശയം. കാരണം രാധിക കണ്ടു ഇയാൾ അങ്ങോട്ട് കയറി പോകുന്നത്, ഇയാളെന്തിനാ അങ്ങോട്ട് കയറി പോകുന്നതൊക്കെ ആലോചിച്ചിട്ട് രാധിക നേരെ ഒളിഞ്ഞു നോക്കുന്നത് കണ്ട് ഒളിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ഇയാൾ ആഭരണപ്പെട്ടിയും കയ്യിലെടുത്തിട്ട് സ്വർണ്ണങ്ങട് വാരിയെടുത്ത് കണ്ണും മെഴിച്ച് നോക്കി നിൽക്കുക. അപ്പോൾ രാധികയ്ക്ക് മനസ്സിലായി ഇയാളുടെ ആ എച്ചിത്തരം മാറിയിട്ടില്ല എന്ന്.
ഇയാളെ കൈയോടെ പിടിക്കണം. എന്നാൽ മാത്രമേ അനാർക്കലി പറഞ്ഞതുപോലെ തന്നെ ഇയാളെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് പറ്റുള്ളൂ. ഇയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുക ഇയാളെ എന്ന് പറഞ്ഞ് ഈ രാധിക ആ ഡോർ അങ്ങോട്ട് കുറ്റിയിടുക, അതായത് താക്കോൽ വെച്ച് പൂട്ടിയിട്ടിട്ട് നമ്മുടെ രാധിക പോവുകയാണ് നേരെ കണ്ണനെ വിളിക്കാനായിട്ട്. പക്ഷെ വരുണും അതേപോലെ തന്നെ സത്യദാസും ആ റൂമിൽ പെട്ടുപോയി. വരുണാണെങ്കിൽ ദൈവമേ ഗോവിന്ദേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങാതെ ഞാൻ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും, പെട്ടോ എന്നൊരവസ്ഥയിൽ. പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ ഗോവിന്ദനും അവർണികയും ഗീതവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയാണ്, സാരമില്ല അവർണിക, ഞാൻ ഏതായാലും അജാസിനോടൊന്ന് സംസാരിക്കട്ടെ, അവൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് ശരിക്കും അറിയണമല്ലോ. അപ്പോഴേക്ക് രാധിക മേളിൽ നിന്നിട്ട് കണ്ണാ കണ്ണാ എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ വിളി. എന്താ രാധികമ്മേ? അത് കണ്ണാ കള്ളൻ, എന്താ കണ്ണാ കണ്ണാ എന്നും പറഞ്ഞിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്, എന്താന്ന് വെച്ചാൽ കാര്യം പറ രാധികാമ്മേ. അതല്ല കണ്ണാന്നല്ല ഞാൻ വിളിച്ചത്, കള്ളൻ കള്ളൻ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു, കണ്ണേട്ടാ ഇത് കണ്ടോ, കണ്ണേട്ടനെ കള്ളൻ കള്ളൻ എന്ന് വിളിക്കുന്നു. ഇത് കേട്ട ഗോവിന്ദന് കാലി വന്നിട്ട്, ദേ തള്ളേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്നെ കള്ളനെന്നങ്ങനെ വിളിച്ചാലുണ്ടല്ലോ, അയ്യോ അതല്ല കള്ളൻ കള്ളൻ. അപ്പം ഗീതു ദേ വീണ്ടും കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ഈ രാധികാമ്മ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല കണ്ണേട്ടാ, പോയി നന്ന പൊളിച്ചെടുക്ക്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവർണികയാണെങ്കിൽ, അതെ രാധികാമ്മയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ ഏതായാലും പോവുകയാണ് ഗീതു. ശരി പോയിക്കോ അവർണിക, നമുക്ക് കാര്യങ്ങളെല്ലാം നാളെ സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർണിക പോയി കഴിഞ്ഞപ്പോഴേക്ക് ഇതേ ഇപ്പം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനും ഗീതുവും അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ രാധികയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. അപ്പോൾ രാധിക നേരെ ഹാളിലേക്ക് വന്നിട്ട് അടുക്കളൻ്റെ അവിടെ പോയി നിന്നിട്ട് കള്ളൻ കള്ളൻ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിക്കുക. അപ്പോൾ ഇവരെല്ലാം ഇത് കേൾക്കുകയാണ്. അയ്യോ രാധികാമ്മ പറയുന്ന കള്ളൻ കള്ളൻ എന്നല്ലേ, അയ്യോ ഗോവിന്ദൻ്റെ റൂമിൽ കള്ളൻ കയറിയേ എന്ന് വിളിച്ചങ്ങോട്ട് പറയുകയാണ്. ഇവരെല്ലാവരും കൂടി പരക്കം മാഞ്ഞ് ഓടി അങ്ങോട്ട് ചെല്ലുക. ഞാൻ എവിടെ കള്ളൻ? അതെ കള്ളനുണ്ട്, ഞാനേ കണ്ണൻ്റെ മുറി താക്കോലിട്ട് പൂട്ടി, പക്ഷെ കള്ളനകത്ത് അങ്ങോട്ട് ഇരിക്കുക. ആണോ? എങ്കിൽ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെയും വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇവർക്കൊക്കെ ടെൻഷനായി. പക്ഷേ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. രണ്ടുപേരും അകത്ത് കിടക്കുക. രാധികയ്ക്ക് തൻ്റെ മകനും അകത്തുള്ള കാര്യം അറിയാനും പാടില്ല. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് നാളത്തെ എപ്പിസോഡിലും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗിൻ, ബൈ.